ലോകരാഷ്ട്രത്തിന്റെ ഗതി മാറ്റുന്ന അതിശക്തമായ ഒരു നീക്കത്തിനാണ് പശ്ചിമേഷ്യ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇനി അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന ഇറാന്റെ ആ ഒറ്റ സന്ദേശം വാഷിംഗ്ടണിലെ അധികാര കേന്ദ്രങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ചെറിയ പ്രകമ്പനമല്ല. മസൂദ് പെസഷ്കിയാൻ എന്ന ഇറാന്റെ പുതിയ അമരക്കാരൻ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് ചോദിക്കുമ്പോൾ അത് കേവലം ഒരു നയതന്ത്ര മര്യാദയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കി മാറ്റിയ അമേരിക്കൻ കുതന്ത്രങ്ങളുടെ മുഖത്തേറ്റ ഒരു കനത്ത പ്രഹരമാണ്. ലോക പോലീസായി ചമഞ്ഞ് അറബ് രാജ്യങ്ങളെയും ഇറാനെയും തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു പുതിയ തുടക്കമാണിതെന്ന് പറയാതെ വയ്യ. ഇത്രയും കാലം ഇറാനെ ഒരു ഭീകര രൂപിയായി ചിത്രീകരിച്ച് ഗൾഫ് രാജ്യങ്ങളെ ഭയപ്പെടുത്തി നിർത്തി കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ വിറ്റഴിച്ച അമേരിക്കയുടെ കച്ചവട തന്ത്രമാണ് ഇവിടെ പാളിപ്പോകുന്നത്. അയൽ രാജ്യങ്ങൾ തമ്മിൽ ഐക്യപ്പെട്ടാൽ പിന്നെ തങ്ങളുടെ വിനാശകരമായ ആയുധങ്ങൾക്ക് പശ്ചിമേഷ്യയിൽ വിപണി ഉണ്ടാവില്ലെന്ന് വൈറ്റ് ഹൌസ് ഭയപ്പെടുന്നു. ഇറാൻ പൂർണ്ണമായും കീഴടങ്ങണമെന്ന് ട്രംപ് ആക്രോശിക്കുമ്പോൾ ആ വാക്കുകളിൽ തെളിയുന്നത് ധാർഷ്ട്യം മാത്രമല്ല, സമാധാനം പുലരുന്നതിലുള്ള ആദിയും കൂടിയാണ്. യുദ്ധം നിലച്ചാൽ അമേരിക്കയുടെ പടക്കപ്പലുകൾക്കും നാവിക വ്യൂഹത്തിനും ഈ മണ്ണിൽ എന്ത് പ്രസക്തിയാണുള്ളത്? സ്വന്തം ലാഭത്തിനായി ഒരു ഭൂഖണ്ഡത്തെ മുഴുവൻ ചാരമാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ ക്രൂരമായ മുഖം ഒരിക്കൽ കൂടി ഇതിലൂടെ വെളിപ്പെട്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ കൈക്കൊണ്ട ഉറച്ച നിലപാടാണ് ഇറാന്റെ ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തി. തങ്ങളുടെ മണ്ണോ വ്യോമാതിർത്തിയോ ഇറാനെതിരായ ആക്രമണത്തിന് വിട്ടുനൽകില്ലെന്ന് സൗദിയും UAEയും ഖത്തറും വ്യക്തമാക്കിയപ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ അധീശത്വം അവസാനിച്ചുവെന്നതിന്റെ സൂചനയായിരുന്നു അത്. ഈ നിലപാടിനെ മാനിച്ചുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചത്. ഇത് മേഖലയിലെ രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പുതിയ സാഹോദര്യത്തിന് വഴി തുറക്കുന്നു. എന്നാൽ സമാധാനത്തിന്റെ ഈ പുതുപുലരി തടയാൻ അമേരിക്ക ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് വീണ്ടും പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആയുധങ്ങൾ കൊണ്ട് മണ്ണിൽ ചോര വീഴ്ത്തി മാത്രം ശീലിച്ചവർക്ക് ഐക്യത്തിന്റെ ഭാഷയറിയില്ല എന്നതിന്റെ തെളിവാണ് ഇസ്രായേലിന്റെ പുതിയ നീക്കങ്ങൾ. ഇറാന്റെ ഈ പിന്മാറ്റം ഒരു ബലഹീനതയായി ആരും കാണേണ്ടതില്ല, മറിച്ച് ഒരു വലിയ തന്ത്രപരമായ വിജയമാണ്. സ്വന്തം അയൽക്കാരെ ശത്രുക്കളാക്കി മാറ്റി അമേരിക്കയ്ക്ക് ലാഭം കൊയ്യാൻ ഇനി അവസരം നൽകില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണിത്. ഒമാൻ കേന്ദ്രീകരിച്ച് സമാധാന ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകുമ്പോൾ ലോകം അമേരിക്കൻ ആധിപത്യത്തിൽ നിന്ന് മുക്തമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ് നാം കാണുന്നത്. വാഷിംഗ്ടണിലെ അധികാര കസേരയിലിരുന്ന് ലോകം മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് അഹങ്കരിക്കുന്നവർക്ക് പശ്ചിമേഷ്യയിലെ ഈ പുതിയ മാറ്റം വലിയൊരു പാഠമാണ്. തങ്ങളുടെ ആയുധപുരകൾ നിറയ്ക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ രാജ്യങ്ങളിൽ തീ പടർത്തുന്ന ഇരട്ടത്താപ്പ് ഇനി ഇവിടെ ചെലവാകില്ല. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നത് ലോകത്തിനു മൊത്തം ആശ്വാസമാണ്. ഇന്ധന വിപണി മുതൽ ആഗോള സമ്പദ് വ്യവസ്ഥ വരെ ഇതിലൂടെ സ്ഥിരത കൈവരിക്കും. പക്ഷേ സമാധാനം എന്ന വാക്ക് അമേരിക്കയുടെ ഡിക്ഷണറിയിലില്ല. അവർക്ക് വേണ്ടത് എണ്ണപ്പാടങ്ങൾക്ക് മുകളിലെ ആധിപത്യവും തങ്ങളുടെ ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള പരീക്ഷണശാലകളുമാണ്. ഇറാന്റെ മാപ്പുപറച്ചിലിനെ ഒരു കീഴടങ്ങലായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ കാണാതെ പോകുന്നത് ആ രാജ്യത്തിന്റെ നയതന്ത്ര പാടവത്തെയാണ്. അയൽ രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമേരിക്കയെ ഒറ്റപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇറാൻ നടന്നെടുക്കുന്നത്. അവസാനമായി ലോകം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയുടെ ജനാധിപത്യ സംരക്ഷണം എന്നത് കേവലം ഒരു പുകമറ മാത്രമാണ്. സ്വന്തം താൽപര്യങ്ങൾക്കായി ഏത് രാജ്യത്തെയും തകർക്കാൻ അവർ മടിക്കില്ല. എന്നാൽ പശ്ചിമേഷ്യൻ ജനത ഇപ്പോൾ ബോധവാന്മാരായിരിക്കുന്നു. തങ്ങളുടെ വിധി തീരുമാനിക്കേണ്ടത് കടൽ കടന്നെത്തുന്ന അധിനിവേശ ശക്തികളല്ല, മറിച്ച് ഈ മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യരാണെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇറാന്റെ ഈ അപ്രതീക്ഷിത നീക്കം പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഒന്നാണ്. യുദ്ധക്കൊതിയന്മാരായ സാമ്രാജ്യത്വ ശക്തികൾക്ക് പടിക്കു പുറത്താണ് സ്ഥാനമെന്ന് തെളിയിക്കുന്ന ഈ മാറ്റം വരും തലമുറകൾക്ക് സമാധാനത്തിന്റെ പുതിയൊരു ലോകം തുറന്നു നൽകും. പശ്ചിമേഷ്യ ഇനി പുതിയൊരു പാതയിലാണ്. അത് ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും പാതയാണ്.